വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ബി.ജെ.പി. നേതാവ് മേനകാ ഗാന്ധിക്ക് കത്തയച്ച് സി.പി.ഐ. വയനാട് ജില്ലാ സെക്രട്ടറി ഇ.ജെ. ബാബു. മേനകാ ഗാന്ധിക്ക് 1 ഏക്കർ ഭൂമി സൗജന്യമായി നൽകാം, വയനാട്ടിൽ താമസിക്കാനും കൃഷി ചെയ്ത് ജീവിക്കാനും തയ്യാറാകുമോ എന്നാണ് കത്തിലെ ചോദ്യം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. വിശദാംശങ്ങളുമായി സുർജിത്ത്, വിവരങ്ങൾ പറയൂ. ഉന്മേഷ്, മേനകാ ഗാന്ധിക്കാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. സി.പി.ഐയുടെ ജില്ലാ സെക്രട്ടറിയായ ഇ.ജെ. ബാബു വയനാട്ടിൽ താമസിക്കാനും കൃഷി ചെയ്ത് ജീവിക്കാനും തയ്യാറാകുമോ എന്നുള്ളതാണ് അദ്ദേഹം കത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം. ഇവർ ഈ കടുവയുമായി ബന്ധപ്പെട്ട്, അതായത് പഞ്ചാരക്കൊല്ലിയിലെ കടുവയുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. വയനാട്ടിൽ വനവിസ്തൃതി കുറഞ്ഞു എന്ന മേനകാ ഗാന്ധിയുടെ പരാമർശം വാസ്തവ വിരുദ്ധമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതിനേക്കാൾ 25% വനവിസ്തൃതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 1972 നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളും ഇവിടെ പെരുകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ചില നടപടികൾ മൂലമാണ്, തെറ്റായ വികലമായ നയങ്ങൾ മൂലമാണ് ഈ വന്യമൃഗങ്ങൾ പെരുകുന്നത്. വന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങാനുള്ള കാരണം അത് തന്നെയാണ്. ഈ തേക്ക് യൂക്കാലി പ്ലാന്റേഷൻ വനംവകുപ്പിന്റെ തെറ്റായ നയമാണ്. ഇത്തരത്തിൽ ഇത് വെട്ടിത്തെളിച്ച് സ്വാഭാവിക വനവൽക്കരണമാണ് വേണ്ടത്. ഈ വനസംരക്ഷകരാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ കർഷകർ എന്നും ഇ.ജെ. ബാബു പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ളത്. 2015 ശേഷം 10 വർഷത്തിനുള്ളിൽ 8 ആളുകളെയാണ് കടുവ കടിച്ചുകീറി ഭക്ഷിച്ചത് എന്നുള്ളതും അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാട്ടുപന്നിയും കുരങ്ങും മയിലും മാനും നശിപ്പിക്കാത്ത 1 ഇഞ്ച് കൃഷിഭൂമി പോലും ഇന്ന് വയനാട്ടിൽ ഇല്ല എന്നും ഇ.ജെ. ബാബു പറയുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കാർഷിക മേഖലയായ പ്രദേശത്ത് ജനങ്ങൾ കൃഷി ഉപേക്ഷിച്ച് നാട് വിട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മേനകാ ഗാന്ധി ഇവിടെ വന്ന് താമസിച്ച് കൃഷി ചെയ്ത് ജീവിക്കണം എന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനായി 1 ഏക്കർ ശരി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.